ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മളൊരു ആലപ്പി സ്റ്റൈൽ മീൻ കറിയുടെ റെസിപ്പിയാണ്. അതിനു മുമ്പ് നമുക്കൊരു കോട്ട് നോക്കാം. ഇനി നമുക്ക് ഫിഷ് കറിയുടെ റെസിപ്പി കണ്ടാലോ. നല്ല അടിപൊളി സ്പൈസി ആയിട്ടുള്ള ഒരു ഫിഷ് കറിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഏകദേശം 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഒരു വലിയ പീസ് ഇഞ്ചി ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഞുറുക്കിയതിട്ട് കൊടുത്തു. അതിനുശേഷം ഒരു വെളുത്തുള്ളി ഫുൾ എടുത്തിട്ടുണ്ട്, അതും ജസ്റ്റ് കട്ട് ചെയ്തിട്ട് കൊടുത്തു. അതിനുശേഷം 2 പച്ചമുളക്, ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ മിക്സ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ മീൻകറിയിലേക്ക് വേണ്ട പൊടികൾ ആഡ് ചെയ്യാവൂ. എപ്പോഴും മീൻകറി വെക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം. മൺചട്ടിയിൽ കറി വെക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാവൂ, അല്ലെങ്കിൽ പൊടി നന്നായിട്ട് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന മീനെന്ന് പറയുന്നത് വേളാപ്പാരയുടെ മീൻകറിയാണ്. ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് പൊടികളെല്ലാം ആഡ് ചെയ്തത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ആ ചട്ടിയിൽ തന്നെ ചൂടുണ്ടായിരിക്കും. ആ ചൂടിൽ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് വാടിക്കിട്ടും. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇങ്ങനെ അരച്ച് കറി വെക്കുന്ന സമയത്ത് നമ്മുടെ ഗ്രേവിക്ക് ഒരു തിക്നെസ് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് മീനിട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് കുടംപുളി ഉണ്ടല്ലോ, അതൊന്ന് സോക്ക് ചെയ്ത ശേഷം ഇട്ട് കൊടുക്കാം. കുടംപുളി പുളിക്ക് ആവശ്യമായ കുടംപുളിയോ പിഴുപുളിയോ ഏതായാലും കുഴപ്പമില്ല. ഞാനിവിടെ മുളക് കറിക്ക് എപ്പോഴും കുടംപുളിയാണ് നല്ലത്. ഞാനിവിടെ കുടംപുളിയാണ് ഇട്ട് കൊടുത്തത്. ഇനി കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഏകദേശം ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴേക്കും കറി ഒന്ന് കുറുകി വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്താൽ തന്നെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി റെഡിയായി കിട്ടും. ഇത് അന്ന് കഴിക്കുന്നതിനേക്കാളും നല്ലത് പിറ്റേ ദിവസം കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ. കപ്പയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഫിഷ് കറിയുടെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് കാണാം.